ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അരി പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉണക്കലരിയാണ് എടുത്തേക്കുന്നത്, അതായത് നുറുക്ക് ഉണക്കലരിയല്ല. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് 2-3 വട്ടമൊക്കെ കഴുകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അരമണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം എടുത്തിട്ടുള്ള അരിയാണിത്. ഇത് നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഒന്നാം പാലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 2 മുഴുവനായിട്ടുള്ള നാളികേരമാണ് എടുത്തേക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള 2 മുഴുവനായിട്ടുള്ള നാളികേരം ചിരകി എടുത്തിട്ട് അതിന് 1 കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4 കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് മൂന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്നാം പാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പകരം വെള്ളം എടുക്കാം. പക്ഷേ മൂന്നാം പാൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ മൂന്നാം പാൽ നമുക്ക് കുക്കറിലിട്ട് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിക്കുക. 2 വിസിലടിച്ചിട്ട് എയറെല്ലാം പോയി വരുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ അരി വേവിക്കാൻ വെച്ചത് ഇപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പായസം വയ്ക്കുന്ന ഉരുളിയിലാണോ അതോ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണോ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഇതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര നീരും അരിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത് വെവ്വേറെ ആയിട്ടാണ് കിടക്കണമെന്ന് തന്നെ മനസ്സിലാവും. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി ശർക്കര നീരൊക്കെ ഒന്ന് വറ്റി വരണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതിവിടെ ശർക്കര നീരൊക്കെ വറ്റി അരിയും ശർക്കരയൊക്കെ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഏലക്കായും കുറച്ച് ജീരകവും കുറച്ച് ചുക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ അരിയിലേക്ക് ആ മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം. ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏത് പായസം ഉണ്ടാക്കിയാലും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക, അപ്പോഴാണ് ആ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് സെറ്റായിട്ട് വരിക. ഇനി നമുക്ക് ഈ പാൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് രണ്ടാം പാൽ ഒഴിച്ചത് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ ഒരു കട്ടിയുള്ള സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇത് കുറുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പായസം നന്നായിട്ട് തണുത്ത് പോകുമ്പോൾ ആകെ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ചുക്കും ജീരകവും പഞ്ചസാരയും കൂടിയിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം ആയിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അരിപ്പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.